ഹലോ. നമ്മൾ എന്ത് ചെയ്തു? കഴിഞ്ഞ ക്ലാസ്സിൽ എഫ് എന്താണ്, അതുപോലെ EBS, ENI, മറ്റു ഒരുപാട് സംഭവങ്ങളും സർവീസസ് നമ്മൾ നോക്കി. നെക്സ്റ്റ് നമുക്കിനി നോക്കാനുള്ളത് AWS തന്നെ ഓട്ടോ സ്കെയിലിംഗ്, അതായത് ഒരു മെഷീൻ്റെ അവൈലബിലിറ്റി, അതിൻ്റെ സ്കെയിലബിലിറ്റി, ഇതിന് രണ്ടിനും എന്താ പറയുക, മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു സർവീസ് ഓട്ടോ സ്കെയിലിംഗ്. ഇതിൻ്റെ കൂടെ തന്നെ ലോഡ് ബാലൻസിങ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ട് ഡയഗ്രാം, രണ്ട് ഫിഗർ ഞാനിവിടെ ജസ്റ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് വരാം. ലോഡ് ബാലൻസർ അതുപോലെ ഓട്ടോ സ്കെയിലിംഗ്, ഈ രണ്ട് സംഭവങ്ങളാണ് നമുക്ക് ഇനി നെക്സ്റ്റ് പറയാനുള്ളത്. അതിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോ സ്കെയിലിംഗ്. നമ്മളുടെ EC2 മെഷീൻസിൽ എങ്ങനെ ഓട്ടോ സ്കെയിൽ നമുക്ക് എങ്ങനെ എന്താ പറയുക ഇംപ്ലിമെൻ്റ് ചെയ്യുക, എങ്ങനെ കോൺഫിഗർ ചെയ്യുക എന്നുള്ള കാര്യം നോക്കാം. അതിൻ്റെ കൂടെ തന്നെ മേ ബി ഈ ഒരു സെഷൻ ഉണ്ടായിരിക്കില്ല, നെക്സ്റ്റ് സെഷനിൽ നമുക്ക് എന്തും കൂടി വേണം, നമ്മൾ ചെയ്യുന്ന ഓട്ടോ സ്കെയിലിങ്ങിൽ നമുക്ക് ലോഡ് ബാലൻസറും കൂടി എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മളുടെ ഈ രണ്ട് എന്താ പറയുക ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഞാൻ രണ്ട് ഫിഗർ ഞാൻ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണാം EC2 മെഷീൻസ് ഉണ്ട്, അതുപോലെ ഒരു ലോഡ് ബാലൻസറും ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട്. ഇവിടെയും കാണാം ഒരു ലോഡ് ബാലൻസർ ഉണ്ട്, കുറച്ച് എന്തുണ്ട്, EC2 ഇൻസ്റ്റൻസസ് ഉണ്ട് അല്ലേ. ബട്ട് ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാം, ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് കാണാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണെന്നാണ് ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞത്. ഫസ്റ്റ് ഓഫ് ഓൾ ലോഡ് ബാലൻസർ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ലോഡ് ബാലൻസർ ആ ഒരു പേര് പോലെ തന്നെ നമ്മളുടെ മെഷീനിലോട്ട് വരുന്ന ലോഡിനെ എന്ത് ചെയ്യും, ജസ്റ്റ് ബാലൻസ് ചെയ്യും. ഓക്കെ, റൗണ്ട് റോബിനായിട്ട് എന്താ പറയുക, എത്ര മെഷീൻസ് ഉണ്ടോ അത്രയും മെഷീൻസിലോട്ട് ഓരോ മെഷീൻ്റെയും CPU യൂട്ടിലൈസേഷനും അതിൻ്റെ പെർഫോമൻസും ഒക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യും, റിക്വസ്റ്റുകൾ ജസ്റ്റ് റൗണ്ട് റോബിനായിട്ട് ഇങ്ങനെ പാസ് ചെയ്യും. അതാണ് ലോഡ് ബാലൻസർ. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് എന്തുണ്ട്, ഒരു ക്ലസ്റ്റർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് എന്തോ ആവട്ടെ, നമുക്കൊരു 3 മെഷീനുണ്ട്. ഈ 3 എന്താണ്, EC2 മെഷീനാണ്. ഓക്കെ, ക്ലസ്റ്റർ എന്താണെന്നൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞായിരുന്നു അല്ലേ. ഒരു ഗ്രൂപ്പ് ഓഫ് മെഷീൻസിനെ, അതായത് നമ്മളുടെ ഏതെങ്കിലും ഒരു അപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് മെഷീൻസിലാണ് നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നത്, അതിനൊക്കെ നമ്മൾ ക്ലസ്റ്റർ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഇതൊന്നെങ്കിൽ നിങ്ങൾക്ക് ക്ലസ്റ്ററായിട്ട് അസ്യൂം ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ഈ 3ലും നമ്മളുടെ അപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, സെയിം ആപ്ലിക്കേഷൻ ആണെന്ന് തന്നെ വിചാരിക്കുക. നമ്മളുടെ സെയിം ആപ്ലിക്കേഷനാണ് എന്തിലുള്ളത്, 3 മെഷീനിലുള്ളത്. അപ്പോൾ ഇതിനൊക്കെ IP കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഒരു യൂസർ എന്ത് ചെയ്യും, ഒരു IP കോൾ ചെയ്യുമ്പോൾ, അല്ലാതെ അതിൻ്റെ ഡൊമൈൻ കോൾ ചെയ്യുമ്പോൾ മേ ബി എല്ലാ ടൈമിലും ഏതെങ്കിലും ഒരു സെർവറിലോട്ടായിരിക്കും എന്ത് പോവുക, റിക്വസ്റ്റ് പോകുന്നത് അല്ലേ. അപ്പോൾ ഈ സെർവറിലോട്ടൊന്നും പോകണമെന്നില്ല. ഓക്കെ, ബട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ എന്ത് ചെയ്യും, ലോഡ് ബാലൻസർ യൂസ് ചെയ്യും. ഓക്കെ, ലോഡ് ബാലൻസർ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മെഷീനും എന്തുണ്ടായിരിക്കും, അതിന് അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഉണ്ടായിരിക്കും, CPU ഉണ്ടായിരിക്കും, മെമ്മറി ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഒരു 1000 റിക്വസ്റ്റ് സെയിം മെഷീനിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ മെഷീനിലെ യൂട്ടിലൈസേഷൻ കൂടും, അതുപോലെ മെമ്മറി നല്ല രീതിയിൽ കൺസ്യൂം ചെയ്യും. നമ്മുടെ അപ്ലിക്കേഷൻ എല്ലാ യൂസേഴ്സിനും കിട്ടാത്ത രീതിയിലാവും. അപ്ലിക്കേഷൻ ആ ഒരു ഔട്ട്പുട്ടിനെ നല്ല രീതിയിൽ ബാധിക്കും. അപ്ലിക്കേഷൻ്റെ പെർഫോമൻസ് കുറയും. നമ്മളുടെ മെഷീൻ വേണമെന്നുണ്ടെങ്കിൽ ഡൗൺ ആവാം അല്ലേ, എന്തും സംഭവിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിനാരിയോ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ലോഡ് ബാലൻസർ. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ലോഡ് ബാലൻസർ ആണെന്ന് വിചാരിക്കുക. ഞാൻ എന്ത് ചെയ്യും, ഈ 3 മെഷീൻ്റെ ഫ്രണ്ടിൽ ഒരു ലോഡ് ബാലൻസർ ഞാൻ കൊടുക്കും. ഓക്കെ, അപ്പോൾ ലോഡ് ബാലൻസറിന് എന്തുണ്ടായിരിക്കും, ഒരു എൻഡ് പോയിൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സെർവറിൻ്റെ ഒരു IP പോലെ തന്നെ ഒരു എൻഡ് പോയിൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും. ഈ എൻഡ് പോയിൻ്റ് ആണ് ആക്ച്വലി നമ്മൾ DNSൻ്റെ എൻഡിൽ എയർ റെക്കോർഡൊക്കെ ആയിട്ട് ആഡ് ചെയ്യൽ, സെർവറിൻ്റെ IP അല്ല. പകരം ലോഡ് ബാലൻസറിൻ്റെ എൻഡ് പോയിൻ്റ് ഒക്കെ നമ്മൾ കോൺഫിഗർ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു യൂസർ കോൾ ചെയ്യുന്നത്, ഓക്കെ, കോൾ ചെയ്യുന്നത് എന്തായിരിക്കും, സെർവറിനല്ല കോൾ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫേസ്ബുക്ക്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെ, ഫേസ്ബുക്ക് എന്തുണ്ട്, ഒരു 3 സെർവറിലായിട്ടാണ്, ഒരു ക്ലസ്റ്ററിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഫേസ്ബുക്ക് ഡിപ്ലോയ് ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കും. ഓക്കെ,
അപ്പോൾ നമ്മൾക്കതൊന്നും അറിയില്ല ആക്ച്വലി. നമ്മളെന്താണ് ജസ്റ്റ് ബ്രൗസറിലോ നമ്മളുടെ ഫോണിലോ ഫേസ്ബുക്ക് നമ്മൾ എടുക്കുന്നത്. അതല്ല ആ ഒരു ഡൊമൈൻ നെയിം ഇപ്പോൾ facebook.com എന്ന് പറയുന്ന ആ ഒരു ഡൊമൈൻ നെയിം നമ്മൾ കോൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഫേസ്ബുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ എന്തായിരിക്കും? ഒരു IP അഡ്രസ്സിലോട്ട് ഇത് പോയിൻ്റ് ചെയ്തിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഒരു ലോഡ് ബാലൻസറിലോട്ട് ഇത് പോയിൻ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആക്ച്വലി അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇതുമായിട്ട് ഈ ഒരു സിനാരിയോയുമായിട്ട് ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്ത് പറയുകയാണ്. നോർമലി അങ്ങനെയാണല്ലോ, നമ്മളുടെ ഡൊമൈന് നമ്മൾ എങ്ങോട്ടാണ് പോയിൻ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക? നമ്മളുടെ അപ്ലിക്കേഷൻ ഇരിക്കുന്ന സെർവറിൻ്റെ IPയിലോട്ട് അല്ലേ? മോസ്റ്റ് കേസ് നമ്മൾ അങ്ങനെ തന്നെയാണ്. ലോഡ് ബാലൻസർ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലോഡ് ബാലൻസറിൻ്റെ എൻഡ് പോയിൻ്റ് കൊടുക്കും. ഓക്കെ, അപ്പോൾ ലോഡ് ബാലൻസർ ഇല്ലാത്ത കേസിൽ, ഇപ്പോൾ ലോഡ് ബാലൻസർ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു അപ്ലിക്കേഷന് എന്തുണ്ട്? myapp.com എന്ന് പറയുന്ന ഒരു ഡൊമൈൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡൊമൈൻ ഏതെങ്കിലും ഒരു യൂസർ കോൾ ചെയ്യുമ്പോൾ ആക്ച്വലി റിക്വസ്റ്റ് ഡയറക്റ്റായിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? സെർവറിലോട്ടാണ് പോകുന്നത് അല്ലേ? ഇതൊരു IPയിലോട്ടാണ് പോയിൻ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ 3 മെഷീൻ ഉണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3 IP ഇവിടെ പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സെർവറിലോട്ടായിരിക്കും പോവുക. അവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു റൂളോ കാര്യങ്ങളോ സംഭവങ്ങളോ ഒന്നുമില്ല. മേ ബി എല്ലാ റിക്വസ്റ്റും പോകുന്നത് സെർവറിലോട്ടായിരിക്കാം. ഓക്കെ, ബട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു ലോഡ് ബാലൻസർ ഞാൻ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലോഡ് ബാലൻസർ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ലോഡ് ബാലൻസറിൻ്റെ ഒരു IPയോ അതിൻ്റെ ഒരു എൻഡ് പോയിൻറ്റോ ഉണ്ടായിരിക്കും. ഓക്കെ, അതായിരിക്കണം ഞാൻ എവിടെ കൊടുക്കേണ്ടത്? ഞാൻ എൻ്റെ ഡൊമൈന് കോൺഫിഗർ ചെയ്യണോടെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരിക്കുക എൻ്റെ ലോഡ് ബാലൻസറിൻ്റെ എൻഡ് പോയിൻ്റ് ആയിരിക്കും, IP അഡ്രസ്സ് ആയിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഒരു യൂസർ myapp.com എന്ന് വിളിക്കുമ്പോൾ ഡയറക്റ്റായിട്ട് സെർവറിലോട്ടല്ല റിക്വസ്റ്റ് പോകുന്നത്. എങ്ങോട്ടാണ് പോകുന്നത്? പുള്ളിക്കാരൻ്റെ റിക്വസ്റ്റ് പോകുന്നത് ലോഡ് ബാലൻസറിലോട്ടാണ്. കാരണം പുള്ളിക്കാരൻ വിളിക്കുന്നത് ലോഡ് ബാലൻസറിനാണ്. ശരിക്ക് ഈ ഒരു യൂസർ ഇതൊന്നും അറിയുന്നില്ല. ലോഡ് ബാലൻസർ ആണോ IP ആണോ എന്താണ് സംഭവം എന്നൊന്നും ശരിക്കും ഒരു യൂസർ അറിയാൻ പോകുന്നില്ല. ബട്ട് myapp.com എന്ന് കോൾ ചെയ്യുമ്പോൾ ശരിക്കും പുള്ളിക്കാരൻ കോൾ ചെയ്യുന്നത് സെർവറിനല്ല, അപ്ലിക്കേഷൻ ഇരിക്കുന്ന സെർവറിനല്ല, പകരം ലോഡ് ബാലൻസറിനാണ് കോൾ ചെയ്യുന്നത്. ഓക്കെ, ഈ ലോഡ് ബാലൻസറിന് എന്തറിയാം? ഓരോ സെർവറിലെയും അതിൻ്റെ CPU യൂട്ടിലൈസേഷനും അതിൻ്റെ ഒരു സ്റ്റാറ്റസ് അറിയാം. ഓക്കെ, അപ്പോൾ ഒരു റിക്വസ്റ്റ് വരുമ്പോൾ ഫസ്റ്റ് ഈ സെർവർ എന്ത് ചെയ്യും? ഈ ലോഡ് ബാലൻസർ എന്ത് ചെയ്യും? ആ റിക്വസ്റ്റിനെ ഈ സെർവറിലോട്ട് റീഡയറക്റ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വേറൊരു യൂസർ എന്ത് ചെയ്തു? വേറൊരു യൂസർ myapp.com എന്നുള്ള കോൾ ചെയ്യുമ്പോൾ ലോഡ് ബാലൻസറിൽ വരും. ലോഡ് ബാലൻസറിന് ഓൾറെഡി അറിയാം ഒരു റിക്വസ്റ്റ് ഇവിടെ പോയിട്ടുണ്ട് അല്ലേ? നെക്സ്റ്റ് റിക്വസ്റ്റ് എങ്ങോട്ടാണ് വിടുക? ഈ സെർവറിലോട്ടാണ് വിടുക. ഓക്കെ, ഇനി പുതിയൊരു യൂസർ അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു യൂസർ നമ്മളുടെ ഡൊമൈൻ കോൾ ചെയ്യുമ്പോൾ ലോഡ് ബാലൻസറിൽ വരും. ലോഡ് ബാലൻസറാണ് എന്ത് ചെയ്യുക? അത് സെർവറിലോട്ട് പോയിൻ്റ് ചെയ്യുന്നത്, അല്ലാണ്ട് റീഡയറക്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ പോകുന്ന റിക്വസ്റ്റ് നോക്കിയാൽ ഒരു റൗണ്ട് റോബിൻ ആയിട്ടാണ്. ഓക്കെ, ആദ്യം ഈ സെർവറിലോട്ട്, പിന്നെ ഈ സെർവറിലോട്ട്, അത് കഴിഞ്ഞിട്ട് ഈ സെർവറിലോട്ട്. നെക്സ്റ്റ് ഒരു റിക്വസ്റ്റും കൂടി വരുമ്പോൾ എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. അപ്പോൾ ശരിക്ക് ഇങ്ങനെ ട്രാഫിക് പോകുമ്പോഴുള്ളൊരു ബെനിഫിറ്റ് എന്താണ്? നമ്മളുടെ സെർവറിലെ ആ ഒരു ലോഡ് ശരിക്ക് ബാലൻസ് ചെയ്യണം അല്ലേ? അപ്പോൾ ഈ വന്ന എല്ലാ റിക്വസ്റ്റും ഒരു സെർവറിലോട്ടാണ് പോയത് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവം? ഈ സെർവർ മേ ബി ഡൗൺ ആവാം, അല്ലാണ്ട് നമ്മുടെ അപ്ലിക്കേഷൻ്റെ പെർഫോമൻസ് കുറയാം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മളുടെ മെഷീൻ്റെ പെർഫോമൻസും അതിൻ്റെ സ്റ്റാറ്റസൊക്കെ മനസ്സിലാക്കിയിട്ട് റിക്വസ്റ്റിനെ നമ്മുടെ സെർവർ അവൈലബിൾ ആണോ അല്ല സെർവർ ഡൗൺ ആയിട്ടുണ്ടോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ലോഡ് ബാലൻസർ ഉള്ളൊരു എന്താ പറയുക ഒരു എൻവിറോൺമെൻറ്റിലാണെന്നുണ്ടെങ്കിൽ ഈ സെർവർ ഡൗൺ ആയി പോയി. ഓക്കെ, ഈ സെർവർ അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ ലോഡ് ബാലൻസറിന് അതറിയാം ഈ സെർവർ ഇപ്പോൾ അവൈലബിൾ അല്ല, റീച്ചബിൾ അല്ല. അപ്പോൾ പുള്ളി എന്ത് ചെയ്യും? ഇതിലോട്ട് റിക്വസ്റ്റിനെ കടത്തിവിടത്തില്ല, ബാക്കി രണ്ടെണ്ണത്തിലോട്ട് ഇങ്ങനെ റൗണ്ട് റോബിനായിട്ട് വരുന്ന റിക്വസ്റ്റിനൊക്കെ ഇങ്ങനെ പാസ് ചെയ്യും. അപ്പോൾ ലോഡ് ബാലൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മളുടെ സെർവറിലെ അല്ലാണ്ട് മെഷീൻസിലെ ലോഡ് ജസ്റ്റ് ബാലൻസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് അത്രയും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ലോഡ് ബാലൻസിലോട്ടൊക്കെ നമ്മൾ തിരിച്ചു വരും. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ലോഡ് ബാലൻസർ അല്ല, ഓട്ടോ സ്കെയിലിംഗ് ആണ്. ഈ ഓട്ടോ സ്കെയിലിംഗ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മളുടെ മെഷീൻ്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്താനാണ്.
അവൈലബിലിറ്റി, അതുപോലെ സ്കെയിലബിലിറ്റി. അവൈലബിലിറ്റിയും സ്കെയിലബിലിറ്റിയും ഒക്കെ ഉറപ്പുവരുത്താനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഓട്ടോ സ്കെയിലിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ആ പേര് പോലെ തന്നെ ഓട്ടോ സ്കെയിലിംഗ്, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നമ്മളുടെ മെഷീന് സ്കെയിൽ ഔട്ടും ചെയ്യും സ്കെയിൽ ഇന്നും ചെയ്യും. ഓക്കെ, സ്കെയിൽ ഔട്ട് ഉണ്ട്, അതുപോലെ സ്കെയിൽ ഇൻ ഉണ്ട്. സ്കെയിൽ ഔട്ട്, സ്കെയിൽ ഇൻ. ഓക്കെ, ഇപ്പോൾ ഇത്രയും ദിവസം ഇപ്പോൾ നമ്മളുടെ ഈ കഴിഞ്ഞ സെഷനിലൊക്കെ നമ്മൾ എങ്ങനെയായിരുന്നു ഒരു EC2 മെഷീൻ ലോഞ്ച് ചെയ്തത്? നമ്മൾ മാനുവലിയാണ് ശരിക്കും ലോഞ്ച് ചെയ്തത് അല്ലേ? അതായത് നമ്മൾ EC2 പോകുന്നു, ഇൻസ്റ്റൻസസ് എടുക്കുന്നു, ലോഞ്ച് ഇൻസ്റ്റൻസ് കൊടുക്കുന്നു. മാനുവലിയാണ് നമ്മൾ എന്ത് ചെയ്തത്, ക്രിയേറ്റ് ചെയ്തിരുന്നത്. നമ്മൾക്ക് ആ ഒരു മെഷീൻ വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് ടെർമിനേറ്റ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും, ഷട്ട് ഡൗൺ ചെയ്യും. ഈ രീതിയിലായിരുന്നു ചെയ്യുന്നത്. ഇനി ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ മാനുവലി ക്രിയേറ്റ് ചെയ്യല്ല, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് വേണ്ട മെഷീൻസിനെ നമ്മൾ സ്പിന്നപ്പ് ചെയ്യാണ്. ഓക്കെ, ഈ സ്പിന്നപ്പ് ചെയ്യുന്ന മെഷീനെ നമ്മൾക്ക് എന്തും ചെയ്യാം, സ്കെയിൽ ചെയ്യാം. അതായത് എനിക്കിപ്പോൾ ഒരു സെർവർ ഉള്ളെന്നുണ്ടെങ്കിൽ എനിക്കൊരു കണ്ടീഷൻ പറഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കായിട്ട് അത് 2 സെർവർ, 3 സെർവർ, 4 സെർവർ, എത്ര സെർവർ വേണോ അത്രയും മെഷീൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കെയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ എന്ത് വിചാരിക്കുക, ഇതൊരു മെഷീനാണ്, ഇതൊരു EC2 മെഷീനാണ്. ഇതിലെന്തുണ്ട്, ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, ഇതൊരു T2 മൈക്രോ ആണെന്ന് വിചാരിക്കുക. T2 മൈക്രോൻ്റെ സ്പെസിഫിക്കേഷനും സ്പെക്കും കാര്യങ്ങളൊക്കെ നമ്മൾക്കറിയാം അല്ലേ? ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള വളരെ ചെറിയ സ്പെക്കുള്ള ഒരു സെർവറാണ്. അപ്പോൾ ഇത്രയും ചെറിയ സ്പെസിഫിക്കേഷനുള്ളൊരു സെർവറിൽ കൊണ്ടുപോയിട്ട് നമ്മൾക്ക് വലിയ ആപ്ലിക്കേഷനൊന്നും ഒരിക്കലും ഡിപ്ലോയ് ചെയ്തിട്ട് നല്ല പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ലെവൽ അനുസരിച്ച് നമ്മൾ സെർവറുകളൊക്കെ അതിനനുസരിച്ച് ചൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഒരു T2 മൈക്രോയിൽ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനൊരു എൻ്റെ ഒരു പോർട്ട്ഫോളിയോ, അതൊക്കെ ഇപ്പോൾ ചെറിയൊരു സംഭവമാണല്ലോ, ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റ് ആവാം അല്ലേ, എൻ്റെ ഒരു പോർട്ട്ഫോളിയോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഡിപ്ലോയ് ചെയ്ത് തന്നെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്താ പറയുക, ലോകത്തുള്ള എല്ലാവരും ഇപ്പോൾ എൻ്റെ പോർട്ട്ഫോളിയോ കാണാനും ഒരിക്കലും നമ്മുടെ സെർവർ ആക്സസ് ചെയ്യത്തില്ല, വളരെ ചുരുക്കം പേരായിരിക്കും. അപ്പോൾ അത്രയും ചുരുക്കം പേരുടെ റിക്വസ്റ്റ് താങ്ങാനും അവർക്ക് ഔട്ട്പുട്ട് കൊടുക്കാനൊക്കെ ഉള്ള ഒരു എബിലിറ്റി ആർക്കുണ്ടായിരിക്കും, T2 മൈക്രോക്ക് ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും. ഓക്കെ, അത് എൻ്റെ പോർട്ട്ഫോളിയോൻ്റെ എന്താ പറയുക എല്ലാതും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ നല്ല രീതിയിലുള്ള ഒരു വലിയ ഹൈ ലെവലുള്ള പോർട്ട്ഫോളിയോ ആണെന്നുണ്ടെങ്കിൽ മേ ബി എന്താ പറയുക, അറ്റ് എ ടൈം ഒരു 10 ഒരു 20 പേര് ചിലപ്പോൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും നല്ല സ്പീഡിൽ പെർഫോമൻസ് നമ്മളുടെ പോർട്ട്ഫോളിയോ കാണണമെന്നില്ല, പല ഇഷ്യൂസും വരും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണേ, നമ്മളുടെ T2 മൈക്രോയിലോട്ട് അപ്രതീക്ഷിതമായിട്ട് ഒരു 1000 റിക്വസ്റ്റ് വന്നു. ഓക്കെ, നമ്മളുടെ T2 മൈക്രോയ്ക്ക് ഒരു എക്സാമ്പിളാണ് ഈ പറഞ്ഞത്, ഒരു 500 റിക്വസ്റ്റ് എന്താ പറയുക താങ്ങാനുള്ള ഒരു എബിലിറ്റി ഉള്ളൂ. ഓക്കെ, 500ൻ്റെ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ CPU യൂട്ടിലൈസേഷൻ കൂടും, നമ്മുടെ ആപ്ലിക്കേഷനൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ CPU യൂട്ടിലൈസേഷൻ കൂടും, നല്ല രീതിയിൽ മെമ്മറി കൺസ്യൂം ചെയ്യും. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, എല്ലാ യൂസേഴ്സിനും ചിലപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ പോർട്ട്ഫോളിയോ ആക്സസിബിൾ ആവണമെന്നില്ല, നല്ല ലാഗ് വരും, ഒരുപാട് ഇഷ്യൂസ് വരും. ഓക്കെ, അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് എന്ത് വന്നു, ഒരു 1000 റിക്വസ്റ്റ് ഇതിലോട്ട് വന്നു, ഈ സെർവറിലോട്ട്. ഓക്കെ, എന്ത് സംഭവിക്കും, നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. മേ ബി നമ്മളുടെ സൈറ്റ് ആക്സസിബിൾ ആവണമെന്നില്ല, എന്തെങ്കിലും സെർവർ സൈഡ് എന്താ പറയുക റീച്ചബിലിറ്റി ഇഷ്യൂ, അതിൻ്റെ ഹെൽത്ത് ചെക്കിൻ്റെ ഇഷ്യൂ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് അവിടെ ഒരു ഫെയിൽ ഓവർ ആയിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, ഞാനിവിടെ ഓട്ടോ സ്കെയിലിംഗ് ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോവാണ്. ഓട്ടോ സ്കെയിലിംഗ് ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഓട്ടോ സ്കെയിലിങ്ങിൽ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾക്കറിയാം 500 ആണ് നമ്മളുടെ ഈ ഒരു T2 മൈക്രോൻ്റെ T2 മൈക്രോയ്ക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ട്രാഫിക് എന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ, അതായത് ഒരു 501
ഒരു 501 ഒരു 501ാമത്തെ റിക്വസ്റ്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? ഒരു EC2 മെഷീന് അവിടെ അപ്പാവും. ഓക്കെ, ഇതിനും നമുക്കറിയാം 500 ആയിരിക്കും. അപ്പോൾ നമ്മളുടെ റിക്വസ്റ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ സെർവറും എന്താവും? ഓട്ടോമാറ്റിക്കായിട്ട് പുതിയ പുതിയ മെഷീൻസ് സ്പിന്നപ്പ് ആവും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒന്നുള്ളൂ. ഓക്കെ, റിക്വസ്റ്റ് നല്ല രീതിയിൽ വരുമ്പോൾ ഈ മെഷീന് താങ്ങാൻ പറ്റില്ല എന്ന് ഓട്ടോ സ്കെയിലിങ്ങിന് മനസ്സിലാകുമ്പോൾ ഓട്ടോ സ്കെയിലിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? ഒരു മെഷീനും കൂടി അവിടെ ലോഞ്ച് ചെയ്ത് കൊടുക്കും. ആ മെഷീനിൽ എന്തായിരിക്കും? ഈ മെഷീനിൽ എന്താണോ ഉള്ളത് സെയിം സാധനമായിരിക്കും ഈ മെഷീനിൽ ഉണ്ടാവും. അപ്പോൾ ഈ മെഷീനിൽ എന്തുണ്ടായിരിക്കും? എൻ്റെ പോർട്ട്ഫോളിയോ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ എന്താവും? കുറച്ച് റിക്വസ്റ്റ് ഇങ്ങോട്ട് പോകും, കുറച്ച് റിക്വസ്റ്റ് ഇങ്ങോട്ട് പോകും. അപ്പോൾ അവിടെ ഏകദേശം ബാലൻസ് ആയി അല്ലേ? എന്നിട്ടും നല്ല രീതിയിൽ റിക്വസ്റ്റ് വരുമ്പോൾ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പിന് എന്ത് മനസ്സിലാവും? നല്ല രീതിയിൽ റിക്വസ്റ്റ് വരുന്നുണ്ട്, ഈ 2 മെഷീനെ കൊണ്ടും എന്താ കഴിയില്ല, താങ്ങാൻ കഴിയില്ല, അതിലും കൂടുതൽ റിക്വസ്റ്റ് വരുന്നുണ്ടെന്ന് കാണുമ്പോൾ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് എന്ത് ചെയ്യും? നെക്സ്റ്റ് ഒരു മെഷീനും കൂടി അവിടെ സ്പിന്നപ്പ് ചെയ്യും. ഓക്കെ, അതായത് ഒരു മെഷീനുള്ളത് 2ആയി, 2ഉള്ളത് 3ആയി, 3ഉള്ളത് 4ആവും, 5ആവും, അങ്ങനെ പോകും. ഓക്കെ, ബട്ട് ഒരു ടൈം കഴിഞ്ഞപ്പോൾ, ഈ ഒരു പീക്ക് ട്രാഫിക്കിൻ്റെ ടൈം കഴിഞ്ഞപ്പോൾ മേ ബി എല്ലാവരും പോയി, റിക്വസ്റ്റൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞ്, ഈ 1000 അല്ലാണ്ട് 5000 വരെ റിക്വസ്റ്റ് വന്നിരുന്നു, അതൊക്കെ പോയിട്ട് റിക്വസ്റ്റിൻ്റെ എണ്ണം എന്ത് ചെയ്തു? ഇങ്ങനെ കുറഞ്ഞു വരാൻ തുടങ്ങി. ഓക്കെ, 5000 ഉള്ളത് 4000 ആയി. ഓക്കെ, 4000 ആയപ്പോൾ നമ്മുടെ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പിന് എന്ത് മനസ്സിലായി? റിക്വസ്റ്റ് കുറയുന്നുണ്ട്, 4 സെർവറിൻ്റെ ആവശ്യമില്ല, 3 സെർവറിന് ഇത് അക്സെപ്റ്റബിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് ലാസ്റ്റ് വന്ന ആളെ ടെർമിനേറ്റ് ചെയ്യും. ഓക്കെ, ഒരു മണിക്കൂറും കൂടി കഴിഞ്ഞപ്പോൾ 4000 റിക്വസ്റ്റ് ഉള്ളത് വീണ്ടും കുറഞ്ഞ് 3000 ആയി. ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പിന് വീണ്ടും മനസ്സിലായി, ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് എന്ത് ചെയ്യും? ആ ഒരു മെഷീനെ ടെർമിനേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്ത് റിക്വസ്റ്റുകളൊന്നും ഇല്ലാത്തൊരവസ്ഥയായി. അതായത് ഒരു നൈറ്റ് ഒരു 1 o'clock 2 o'clock അതായത് നമ്മളുടെ പോർട്ട്ഫോളിയോയിലോട്ട് ആരുടെ റിക്വസ്റ്റോ ഒന്നും വരുന്നില്ല. അപ്പോൾ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പിന് എന്ത് മനസ്സിലാവും? ഇപ്പോൾ നല്ല രീതിയിലുള്ള ട്രാഫിക് ഒന്നുമില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്പിന്നപ്പ് ചെയ്ത ആളുകളൊക്കെ പിടിച്ചിട്ട് എന്ത് ചെയ്യും? ടെർമിനേറ്റ് ചെയ്തിട്ട് നമ്മളുടെ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു സെർവറില്ല അതിലോട്ട് സ്കെയിൽ ഇന്നാവും. ഇതാണ് സ്കെയിൽ ഔട്ടും സ്കെയിൽ ഇന്നും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം? നമ്മളുടെ പല കേസുമായിട്ടും വേണമെന്നുണ്ടെങ്കിൽ കമ്പയർ ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആമസോണിലൊക്കെ എന്ത് വരാറുണ്ട്? ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിളാണ് ബിഗ് ബില്യൺ സെയിലും അങ്ങനെ പല സംഭവങ്ങളും വരാറുണ്ട് അല്ലേ? അപ്പോൾ ആമസോണിൻ്റെ അപ്ലിക്കേഷൻ ഇരിക്കുന്ന ഒരു മെഷീനാണെന്ന് വിചാരിക്കുക. അപ്പോൾ ബിഗ് ബില്യൺ സെയിൽ വരുമ്പോൾ ഇപ്പോൾ എന്താ പറയുക, മില്യൺ കണക്കിന് യൂസേഴ്സ് ആമസോൺ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും ആ ഒരു ഓഫറിൻ്റെ ടൈമിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ ഈ മില്യൺ യൂസേഴ്സ് കയറിയിട്ട് പലരും പല കാര്യങ്ങളായിരിക്കും അതിൽ ചെയ്യുന്നുണ്ടായിരിക്കുക. ചിലവർ പ്രൊഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, ചിലവർ പർച്ചേസ് ചെയ്യുന്നുണ്ടായിരിക്കും, കാർട്ടിലോട്ട് ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും, പല പ്രോസസ്സുകളായിരിക്കും നടക്കുന്നുണ്ടായിരിക്കും അല്ലേ? അത് ഒരിക്കലും ഒരു സെർവറിൽ മാത്രമായിരിക്കില്ല, അതിൻ്റെ ഫ്രണ്ടിലും മേ ബി എന്തുണ്ടായിരിക്കും? ഒരു ലോഡ് ബാലൻസർ ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മളെല്ലാവരും കോൾ ചെയ്യുന്നത് ഈ ലോഡ് ബാലൻസറിനായിരിക്കാമോ? അതിലും എന്തുണ്ടായിരിക്കണം? ഓട്ടോ സ്കെയിലിംഗ് പോലത്തെ മെക്കാനിസം ഉണ്ടായിരിക്കും. ഇപ്പോൾ ബിഗ് മില്യൺ സെയിൽ മേ ബി ഒരു 10 മണി മുതൽ ഒരു ഈവനിങ് 4 o'clock വരെയാണ് എന്നുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെ, ആ ഒരു ടൈം അതാണ് ഒരു പീക്ക് ട്രാഫിക് വരുന്ന ടൈം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്തു? ഒരു 1 million യൂസേഴ്സ് ആക്സസ് ചെയ്തു. അപ്പോൾ ചിലപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും? ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് മെഷീൻസ് ഇങ്ങനെ സ്കെയിൽ ഔട്ട് ചെയ്യും. ഉണ്ടോ? ഒരു മെഷീനിൽ 2 ആവും, കൂടുതൽ യൂസേഴ്സ് വരുമ്പോൾ 3 ആവും, 4 ആവും. ഇങ്ങനെയുള്ള മെക്കാനിസംസ് ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ആമസോൺ ഇത്ര നല്ല നല്ല അപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ കയറുമ്പോൾ ഒരിക്കലും നമ്മൾക്ക് ഒരു പെർഫോമൻസ്, ആപ്ലിക്കേഷൻ്റെ പെർഫോമൻസിൽ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്കോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്ലോ ആവുന്ന ഒരു ഇഷ്യൂയോ ഒന്നും വരാറില്ല അല്ലേ? എല്ലാതും 1 ക്ലിക്കിൽ തന്നെ നമുക്ക് അപ്പോൾ കാര്യങ്ങൾ കിട്ടും. പിന്നെയും അത് നമ്മളുടെ എന്താ പറയുക, നെറ്റ്വർക്ക് സ്പീഡ്, നമ്മളുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും വീണ്ടും നമുക്ക് ഈ ലോഡിംഗ് ഒക്കെ കാണിക്കുന്നത്. അല്ലാതെ അപ്ലിക്കേഷൻ എന്തായിരിക്കും? ഒരു 99.99% അവൈലബിൾ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ പിറകിൽ എന്താ? ഇതുപോലത്തെ മെക്കാനിസംസ് ആണ്. ഇപ്പോൾ ഈ ലോഡ് ബാലൻസർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഓരോ നമ്മളുടെ റിക്വസ്റ്റിങ്ങിന് റൗണ്ട് റോബിനായിട്ട് ഓരോ മെഷീനിലോട്ട് വിടുന്നുണ്ടായിരിക്കും. ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, ലോഡ് ബാലൻസറും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വരുന്ന ട്രാഫിക്കുകൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അല്ലേ?
ലോഡ് ബാലൻസർ എന്ത് ചെയ്യും? ആ ഒരു ലോഡിനെ ബാലൻസ് ചെയ്തിട്ട് ഓരോ മെഷീനിലോട്ട് വിടും. ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് എന്ത് ചെയ്യും? ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യും? മെഷീൻസിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്യും, അതേപോലെ ഡിക്രീസും ചെയ്യും. മനസ്സിലായി? ഇതാണ് സ്കെയിൽ ഇന്നും സ്കെയിൽ ഔട്ടും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓട്ടോ സ്കെയിലിംഗ് എന്താണ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇവിടുത്തെ ഈ ഒരു ഫിഗർ, ഓക്കെ, ഫിഗർ 1 ഉണ്ട്, ഫിഗർ 2 ഉണ്ട്. അപ്പോൾ ട്രഡീഷണൽ, അതായത് ലോഡ് ബാലൻസറിനൊക്കെ മുന്നേ നമ്മൾ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പൊക്കെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് വരുന്നതിൻ്റെ മുന്നേ നമ്മൾ യൂസ് ചെയ്തിരുന്നത് ലോഡ് ബാലൻസർ മാത്രമായിരുന്നു. ഓക്കെ, അതായത് ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് ഒന്നുമില്ല. അതായത് ഓട്ടോമാറ്റിക് ഒരു എന്താ പറയുക, നമ്മളുടെ ഇൻസ്റ്റൻസുകൾ സ്കെയിൽ ഔട്ട് ആവുന്നതോ ഓട്ടോമാറ്റിക് സ്കെയിൽ ഇൻ ആവുന്ന പരിപാടികളൊന്നും ഇല്ലാത്ത ടൈമിൽ ലോഡ് ബാലൻസറുകളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ലോഡ് ബാലൻസർ ഇപ്പോൾ നമ്മളുടെ എന്താ പറയുക AWSൽ മാത്രമല്ല, ഇപ്പോൾ എൻജിനിക്സ് ഒക്കെ നമ്മളൊരു ലോഡ് ബാലൻസർ ആയിട്ട് കോൺഫിഗർ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് ലോഡ് ബാലൻസേഴ്സ് ഉണ്ട്. ഓക്കെ, എൻജിനിക്സ് അതിനൊരു എക്സാമ്പിളാണ്. എൻജിനിക്സ് പ്രോക്സി ആയിട്ടും അതുപോലെ ഒരു ലോഡ് ബാലൻസർ ആയിട്ടൊക്കെ ആക്ട് ചെയ്യുന്ന ഒരു വെബ് സെർവറാണ്. ഓക്കെ, അപ്പോൾ ലോഡ് ബാലൻസർ ഇതൊരു ട്രഡീഷണൽ മെത്തേഡാണ്. അതായത് മുന്നേ ടൈമിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്ന ഒരു ചെറിയൊരു സിനാരിയോ ട്രഡീഷണൽ. ഇപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ലോഡ് ബാലൻസർ കൊടുത്തിട്ടുണ്ട് അല്ലേ, ലോഡ് ബാലൻസർ. അപ്പോൾ ഇതിന് എന്തുണ്ടായിരിക്കും? ഒരു എൻഡ് പോയിൻ്റ് ഉണ്ടായിരിക്കും. ഐ പി പോലെ ഒരു എൻഡ് പോയിൻ്റ് ഉണ്ടായിരിക്കും. നമുക്ക് DNSൻ്റെ എൻഡിലൊക്കെ കോൺഫിഗർ ചെയ്യാൻ പറ്റുന്ന ഒരു എൻഡ് പോയിൻ്റ്. ട്രഡീഷണൽ, ഓക്കെ, എന്തുണ്ടായിരിക്കും? ഒരു എൻഡ് പോയിൻ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ എൻഡ് പോയിൻ്റാണ് നമ്മൾ DNSൻ്റെ എൻഡിലൊക്കെ എന്ത് ചെയ്യുന്നു? കോൺഫിഗർ ചെയ്യുന്നു. ഓക്കെ, നമ്മൾ മുന്നേ പറഞ്ഞതാണ്. ഇവിടെ എന്തുണ്ട്? ഈ ലോഡ് ബാലൻസറിൻ്റെ അണ്ടറിൽ 3 മെഷീൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതായത് ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് ഒന്നും ഇല്ലാത്തൊരു ടൈമിൽ നമ്മൾക്ക് വന്നിരുന്നൊരു ചലഞ്ച് എന്തായിരുന്നു? ഇപ്പോൾ എൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ഒരു എന്താ പറയുക, അതിലോട്ട് വരുന്ന യൂസേഴ്സിൻ്റെ ട്രാഫിക്കൊക്കെ ഞാൻ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഞാനൊരു പ്രീ പ്ലാൻ ചെയ്യണമായിരുന്നു. അതായത് ഞാൻ മുൻകൂട്ടി എന്ത് ചെയ്യണമായിരുന്നു? പ്രെഡിക്റ്റ് ചെയ്യണമായിരുന്നു. എനിക്ക് ഇത്ര മെഷീൻ വേണം, കാരണം എൻ്റെ ആപ്ലിക്കേഷന് നല്ല രീതിയിൽ അവൈലബിൾ ആവണം എന്നുണ്ടെങ്കിൽ എനിക്കൊരു 3 മെഷീൻ വേണം, അല്ല 4 മെഷീൻ വേണമെന്ന് ഞാൻ ഓൾറെഡി ലോഞ്ച് ചെയ്ത് വെക്കണമായിരുന്നു. കാരണം അന്ന് ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് ഒന്നും ഇല്ലാത്തൊരു ടൈമിൽ നിങ്ങൾ ചിന്തിക്കുക, ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് ഉള്ളപ്പോൾ നമുക്ക് എളുപ്പമാണല്ലേ, നമുക്ക് ഒരു മെഷീൻ ലോഞ്ച് ചെയ്താൽ മതി, അല്ലാതെ 2 മെഷീനോ ലോഞ്ച് ചെയ്താൽ മതി. അത് അതിൻ്റെ ട്രാഫിക്കിനനുസരിച്ച് അതിങ്ങനെ എന്താ പറയുക, യൂസിനനുസരിച്ച് അത് സ്കെയിൽ ഔട്ടും സ്കെയിൽ ഇന്നും ആവും. ബട്ട് ഓട്ടോ സ്കെയിലിംഗ് ഒന്നും ഇല്ലാത്ത ടൈമിൽ നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടി വന്നിരുന്നു? ഒരു പ്രീ പ്ലാൻ ആവശ്യമായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രീ പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 3 മെഷീന് ഞാൻ ഓൾറെഡി എനിക്ക് തോന്നി എന്ത്, എൻ്റെ ആപ്ലിക്കേഷൻ്റെ ട്രാഫിക്കും അതേപോലെ അതിലോട്ടുള്ള യൂസേഴ്സിൻ്റെ കൗണ്ടും എല്ലാം ഞാൻ ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എനിക്ക് എന്ത് തോന്നി? എനിക്ക് 3 മെഷീൻ വേണം. ഒരു മെഷീൻ അവിടെ വെച്ചിട്ട് കാര്യമില്ല. അതിന് താങ്ങാൻ പറ്റുന്നതിലും കൂടുതൽ റിക്വസ്റ്റ് വരുന്നത് എനിക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഒരു 3 മെഷീൻ അവിടെ ഓൾറെഡി ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. അതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ എന്ത് കൊടുത്തു? ഒരു ലോഡ് ബാലൻസറും കോൺഫിഗർ ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇഷ്യൂ ഒന്നുമില്ല. ഇവിടെ വരുന്നൊരു ഇഷ്യൂ എന്താണ്? ഇപ്പോൾ നല്ല രീതിയിൽ എന്തുള്ളൂ, ഒരു 100 യൂസറിൻ്റെ റിക്വസ്റ്റേ വരുന്നുള്ളൂ നമ്മുടെ ആപ്ലിക്കേഷനിലോട്ട്. അത് നമുക്ക് എന്തറിയാം? മേ ബി ഈ ഒരു സെർവറിന് മാത്രമായിട്ട് കൊടുക്കാൻ കഴിയും, അല്ലാണ്ട് ആ സെർവറിന് അത് എന്ത് ചെയ്യാൻ കഴിയും? അക്സെപ്റ്റബിൾ ആണ്, വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ സെർവറിന് തന്നെ ആ ഒരു 100 റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ 2 സെർവർ എന്തായിരിക്കും? ചുമ്മാ അവിടെ ഇരിക്കുകയാണ് അല്ലേ, റൈറ്റ്? ചുമ്മാ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ശരിക്കും എന്താണ് അവിടെ വരുന്നത്? ഒരു പ്രൈസിങ്ങിൻ്റെ, അതായത് നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിലും ആവശ്യമില്ലെങ്കിലും നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യണമായിരുന്നു? നമ്മൾക്ക് വേണ്ട മെഷീൻസ് അവിടെ ലോഞ്ച് ചെയ്തിടണമായിരുന്നു. മനസ്സിലായോ? ഓക്കെ, ബട്ട് ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ സ്പിന്നപ്പ് ചെയ്ത മെഷീൻസ് ആണ് എന്നുണ്ടെങ്കിൽ, ഞാൻ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പിൽ ഞാൻ എന്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? എനിക്ക് ഒരു മെഷീനോ അല്ലാതെ 3 മെഷീനോ വേണമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മിനിമം എനിക്കൊരു 3 മെഷീൻ വേണം. ഓക്കെ, ബട്ട് എനിക്കിവിടെ വറി ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? മിനിമം എനിക്ക് ഒരു മെഷീൻ മതി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മിനിമം എനിക്ക് ഒരു മെഷീൻ മതി. ഈ മെഷീനും ഒന്നും ഇല്ലയെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ്? നല്ല രീതിയിൽ റിക്വസ്റ്റ് വരുമ്പോൾ റിക്വസ്റ്റിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് എന്ത് ചെയ്യും? ഇൻക്രീസ് ആവും.
റിക്വസ്റ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഡിക്രീസ് ചെയ്തിട്ട് നമ്മളുടെ മിനിമൽ സ്റ്റേറ്റ് നമ്മൾ എത്രയാണോ കൊടുത്തത് ആ സ്റ്റേറ്റിലോട്ട് വരും. അപ്പോൾ ഇവിടെ നമുക്കൊരു പ്രീ പ്ലാൻഡ് ആവശ്യമില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പും ഓട്ടോ സ്കെയിലിംഗും ഇല്ലാത്ത ഒരു സിനാരിയോയിലും വരുന്നൊരു ഡിഫറൻസ്. ഇതാണ് നമ്മളുടെ ആർക്കിടെക്ചർ. ഇവിടെ യൂസേഴ്സ് ഉണ്ട്, ഇവിടെ ഒരു ലോഡ് ബാലൻസർ ഉണ്ട്, ഇത് നമ്മളുടെ VPC ആണ്. ഓക്കെ, VPCക്ക് അകത്ത് ഒരു ടാർഗറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ടാർഗറ്റ് ഗ്രൂപ്പിനകത്ത് ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് ഉണ്ട്, ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പിനകത്ത് ലോഞ്ച് ടെംപ്ലേറ്റ് ഉണ്ട്. ഓക്കെ, ഇതിപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണേ, നമുക്ക് ജസ്റ്റ് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കാം. EC2ൻ്റെ ഈ ഒരു സെഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ ഓട്ടോ സ്കെയിലിങ്ങിൽ എന്തുണ്ട്, ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ്സ്. ഓക്കെ, ഞാൻ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തു. അതിന് മുന്നേ ഞാൻ എന്ത് കാണിച്ചു തരാം, ഇൻസ്റ്റൻസസ് കാണിച്ചു തരാം. ഓക്കെ, അതായത് ആസ് ഓഫ് നോ 2 ഇൻസ്റ്റൻസ് ഇവിടെ ഉണ്ട്. ഞാൻ എന്ത് ചെയ്യണേ, ഈ 2 ഇൻസ്റ്റൻസും ഞാൻ ജസ്റ്റ് ടെർമിനേറ്റ് ചെയ്യാണ്. ഓക്കെ, ടെർമിനേറ്റ് കൊടുത്തു, അത് ഷട്ടിങ് മോഡിലോട്ട് പോയി. നെക്സ്റ്റ് അത് എന്ത് ചെയ്യും, അത് അവിടുന്ന് ടെർമിനേറ്റ് ആയി പോകും. ഓക്കെ, അതവിടെ പൊക്കോട്ടെ. നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പിലോട്ട് വരാം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നല്ല രീതിയിൽ അത് ജസ്റ്റ് ഒരു റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. കണ്ടോ, മിനിമം സൈസ്, സ്കെയിൽ ഔട്ട് ആസ് നീഡഡ്. അതായത് നമ്മളുടെ റിക്വസ്റ്റിനെ അനുസരിച്ച് നമ്മൾക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് സ്കെയിൽ ഔട്ട് ചെയ്യും, അതുപോലെ സ്കെയിൽ ഇന്നും ചെയ്യും. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ക്രിയേറ്റ് ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ, അതായത് ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പിൽ ക്രിയേറ്റ് ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പിന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്തെങ്കിലും ഒരു നെയിം കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾക്ക് വേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഞ്ച് ടെംപ്ലേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് വേണം, ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ലോഞ്ച് ടെംപ്ലേറ്റ് വേണം. അത് മസ്റ്റാണ്. അതില്ലാതെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരു ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പിൻ്റെ അകത്താണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ നമ്മളുടെ മെഷീൻസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടോ, ഇതെന്താണ്, ഒരു ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പാണ്. അതിൻ്റെ അകത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നമ്മളുടെ മെഷീൻസ്, നമ്മുടെ EC2 മെഷീൻ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പിനകത്താണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് എന്ത് മസ്റ്റാണ്, ലോഞ്ച് ടെംപ്ലേറ്റ് വേണം. അപ്പോൾ ഈ ഡയഗ്രത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അറിയാം, ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് ഞാനിവിടെ ജസ്റ്റ് നോട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് എന്ത്, ഈ ബ്ലാക്ക് കളറിൽ കാണുന്ന ഈ ഒരു ഏരിയയാണ് എന്ത്, നമ്മളുടെ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ്. അതിൻ്റെ അകത്തായിരിക്കും എന്തുണ്ടായിരിക്കുന്നത്, നമ്മളുടെ EC2 മെഷീൻസ് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്തുപയോഗിച്ചിട്ടാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്, ലോഞ്ച് ടെംപ്ലേറ്റ്. ഓക്കെ, അപ്പോൾ ഈ ലോഞ്ച് ടെംപ്ലേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലോഞ്ച് ചെയ്യേണ്ട, നമുക്ക് എന്താ പറയുക, പിന്നപ്പ് ചെയ്യേണ്ട മെഷീൻസിൻ്റെ ഒരു പ്രൈമറി ഡാറ്റ, അല്ലാതെ അതിൻ്റെ ഒരു മെറ്റാ ഡാറ്റ ഒക്കെയാണ് നമ്മൾ ലോഞ്ച് ടെംപ്ലേറ്റിൽ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, ഈ ലോഞ്ച് ടെംപ്ലേറ്റിൽ നമ്മൾ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് ആ ഒരു കോൺഫിഗറേഷനിലായിരിക്കും നമ്മളുടെ മെഷീൻസ് സ്പിന്നപ്പായി വരുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ മുന്നേ എങ്ങനെയായിരുന്നു ക്രിയേറ്റ് ചെയ്തിരുന്നത്, EC2 മെഷീന് മാനുവലി ആണല്ലേ ക്രിയേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലോഞ്ച് ഇൻസ്റ്റൻസ് കൊടുക്കും, അതിൽ ഏത് OS വേണമെന്ന് പറഞ്ഞു കൊടുക്കും, ഏത് സെക്യൂരിറ്റി ഗ്രൂപ്പ്, അതേപോലെ അതിൻ്റെ വോളിയം കാര്യങ്ങൾ, അതൊക്കെയാണ് എന്ത്, ഒരു മെഷീൻ്റെ പ്രൈമറി മെറ്റാഡാറ്റകൾ അല്ലേ, അതിന് വേണ്ട ഇൻപുട്ടുകൾ, കോൺഫിഗറേഷൻസ്. ഇത്തരം കോൺഫിഗറേഷൻസ് നമ്മൾ എവിടെയാണ് ഇനി മുതൽ പറഞ്ഞു കൊടുക്കുന്നത്, ലോഞ്ച് ടെംപ്ലേറ്റിലാണ്. ഈ ലോഞ്ച് ടെംപ്ലേറ്റിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ ലോഞ്ച് ടെംപ്ലേറ്റ് നമ്മൾ എന്താണോ പറഞ്ഞു കൊടുത്തത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ മെഷീൻസ് പിന്നപ്പാവുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ലോഞ്ച് ടെംപ്ലേറ്റിൽ ഞാൻ എന്ത് പറഞ്ഞു കൊടുത്തു, എനിക്ക് T2 മൈക്രോ ആണ്, ഉബുണ്ടു ആണ് OS എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ ടെംപ്ലേറ്റിൽ എന്താണോ ഞാൻ പറഞ്ഞു കൊടുത്തത് അതിനനുസരിച്ചാണ് ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പിൽ പിന്നപ്പാവുന്ന മെഷീൻസിന് ആ ഒരു കോൺഫിഗറേഷൻ ആയിരിക്കും. T2 മൈക്രോ ആയിരിക്കും, ഉബുണ്ടു ആയിരിക്കും അതിൻ്റെ OS. ഓക്കെ, അപ്പോൾ അതെന്താണ് ലോഞ്ച് ടെംപ്ലേറ്റ് എന്നുള്ളത്, അതും ആ ഒരു പേര് പോലെ തന്നെ ഒരു ടെംപ്ലേറ്റ് ആണ്. ഓക്കെ, അത് നമ്മൾ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആസ് ഓഫ് നോ നമ്മൾക്ക് ലോഞ്ച് ടെംപ്ലേറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത്.
നോ ലോഞ്ച് ടെംപ്ലേറ്റ്സ് എന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒരു ലോഞ്ച് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാം. EC2 തന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ്സ് ഇവിടെ ഉണ്ട്. മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടോ ലോഞ്ച് ടെംപ്ലേറ്റ്സ്, ഇവിടെ ആ ഓപ്ഷൻ കാണാം ലോഞ്ച് ടെംപ്ലേറ്റ്. ഒരുപാട് മുന്നേ ലോഞ്ച് കോൺഫിഗറേഷൻ ആയിരുന്നു, അതിപ്പോൾ ഡിപ്രിക്കേറ്റ് ആയി പോയിട്ട് ഇപ്പോൾ വന്ന പുതിയൊരു സംഭവമാണ് ലോഞ്ച് ടെംപ്ലേറ്റ്സ്. ഞാൻ ലോഞ്ച് ടെംപ്ലേറ്റ്സിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ്. ക്രിയേറ്റ് ലോഞ്ച് ടെംപ്ലേറ്റ് കൊടുത്തു. കേട്ടോ, ഒരു EC2 മെഷീന് ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മളോട് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുക, സെയിം കാര്യങ്ങളാണ് എവിടെയും ചോദിക്കുന്നത്, ലോഞ്ച് ടെംപ്ലേറ്റിൻ്റെ അകത്തും ചോദിക്കുന്നത്. ആദ്യം നമുക്ക് ടെംപ്ലേറ്റിനൊരു പേര് കൊടുക്കാം. ഞാൻ ജസ്റ്റ് മൈ ഡെമോ LT എന്ന് കൊടുക്കുന്നുണ്ട്. LT എന്നുള്ളത് ഒരു ലോഞ്ച് ടെംപ്ലേറ്റിൻ്റെ ഒരു ഷോർട്ട് ഫോം ആക്കി കൊടുത്തതാണ്. ടെംപ്ലേറ്റ് വേർഷൻ ഡിസ്ക്രിപ്ഷൻ, ലോഞ്ച് ടെംപ്ലേറ്റ് നെയിം, അതുപോലെ വേർഷൻ ഡിസ്ക്രിപ്ഷൻ. ഞാൻ എന്ത് കൊടുക്കുകയാണ്, ജസ്റ്റ് വേർഷൻ 1 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അതായത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഈ ഒരു ടെംപ്ലേറ്റ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ മോഡിഫൈ ചെയ്യാം. നമുക്ക് വീണ്ടും അതിൽ എഡിറ്റുകൾ കാര്യങ്ങളൊക്കെ വരുത്താം. നമുക്ക് പുതിയ എന്ത് ചെയ്യാം, ഒരുപാട് ഒരു ടെംപ്ലേറ്റിൻ്റെ തന്നെ പലതര വേർഷൻസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഫസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വേർഷൻ 1 എന്നോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും കൊടുക്കാം, പാർട്ട് 1 എന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലോഞ്ച് ടെംപ്ലേറ്റ് എന്നോ സെക്കൻഡ് ലോഞ്ച് ടെംപ്ലേറ്റ് എന്നോ എന്തും കൊടുക്കാം. ഞാനിപ്പോൾ എന്താ കൊടുത്തത്, വേർഷൻ 1 എന്ന്. പ്രൊവൈഡ് ഗൈഡൻസ് ടു ഹെൽപ്പ് മീ, അതൊന്നും വേണ്ട. ടെംപ്ലേറ്റ് ടാഗ്സ്, സോഴ്സ് ടെംപ്ലേറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. അതിന് ആദ്യം ഒരു ലോഞ്ച് ടെംപ്ലേറ്റ് വേണം, ഒരു സോഴ്സ് ടെംപ്ലേറ്റ് വേണം. അപ്പോൾ അതൊന്നും നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നില്ല. ലോഞ്ച് ടെംപ്ലേറ്റ് കോണ്ടൻറ്റ് ഇവിടെ എന്ത് ചെയ്യണം, നമ്മളുടെ മെഷീൻസിന് ഏത് OS ആണ് വേണ്ടത് ആ OS നമ്മൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, എനിക്ക് എന്താ വേണ്ടത്, എനിക്ക് ഉബുണ്ടു ആണ് വേണ്ടത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഒരു EC2 മെഷീന് മാനുവലി സ്പിന്നപ്പ് ചെയ്യുന്ന ടൈമിൽ പറഞ്ഞു കൊടുക്കുന്ന സെയിം കാര്യങ്ങൾ. ഒരു OS ഞാൻ പറഞ്ഞു കൊടുത്തു. ആർക്കിടെക്ചർ ഇവിടെ സെലക്ട് ചെയ്യാം. ഇൻസ്റ്റൻസിൻ്റെ ടൈപ്പ് ഇവിടെ സെലക്ട് ചെയ്യാം. T2 നാനോ, T2 മൈക്രോ. ഞാൻ T2 മൈക്രോ കൊടുത്തു. ഓക്കെ, കീപെയർ എനിക്കിവിടെ സെലക്ട് ചെയ്യാം. ഞാൻ എൻ്റെ ഒരു കീപെയർ പറഞ്ഞു കൊടുത്തു. ഓക്കെ, നെറ്റ്വർക്ക് സബ്നെറ്റ് ഇവിടെ പറഞ്ഞു കൊടുക്കാം. കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കൊടുക്കാം. ഇത് ഏത് VPC ആണെന്ന് നോക്കട്ടെ. ഓക്കെ, ഇവിടെ VPC ആകെ ഒരു ഡിഫോൾട്ട് VPC ആണുള്ളത്, കസ്റ്റം VPC ഇല്ല. ഓക്കെ, സബ്നെറ്റ് നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള VPCയിലെ എന്താ പറയുക അവൈലബിലിറ്റി സോണുകളും സബ്നെറ്റൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് ഏതെങ്കിലും സബ്നെറ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ചെയ്ത് അതും പറഞ്ഞു കൊടുക്കാം. സെലക്ട് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റി ഗ്രൂപ്പ്, ഞാൻ ഇതിൽ ഡിഫോൾട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സ്റ്റോറേജ് കണ്ടോ, EBS നമ്മുടെ വോളിയം പറഞ്ഞു കൊടുക്കുക, സെക്യൂരിറ്റി ഗ്രൂപ്പ് കൊടുക്കുക, കീപെയർ പറഞ്ഞു കൊടുക്കുക, OS പറഞ്ഞു കൊടുക്കുക. ഇതാണ് ലോഞ്ച് ടെംപ്ലേറ്റിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ. ഈ അഡ്വാൻസ്ഡ് ഡീറ്റെയിൽസിൽ പോയാൽ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ എന്തെങ്കിലും ഒരു യൂസർ ഡാറ്റയും കൊടുക്കാം. ഓക്കെ, ഡാറ്റ ഇതിൽ വല്ലതും ചേഞ്ച് വരുത്താണ്ടോ നോക്കട്ടെ. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഞാൻ ഇവിടെ കൊടുത്തു. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയൊരു യൂസർ ഡാറ്റയും കൂടി ഞാൻ ഇവിടെ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിടുന്നുണ്ട്. ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു യൂസർ ഡാറ്റ ഇട്ടിട്ടുണ്ട്. കാര്യമായിട്ട് ഒന്നുമില്ല, നമ്മളുടെ മെഷീൻ ലോഞ്ചായി വരുന്ന ടൈമിൽ അതിൽ ചെറിയൊരു വെബ് ആപ്ലിക്കേഷൻ വേണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള പരിപാടികളൊക്കെയാണ് യൂസർ ഡാറ്റയിലുള്ളത്. ഒരു ആപ്റ്റ് അപ്ഡേറ്റ് ചുമ്മാ അടിക്കുന്നുണ്ട്, ഒരു എൻജിനിക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. എൻജിനിക്സിൻ്റെ എന്താ പറയുക, അതിൽ ഡോക്യുമെൻ്റ് റൂട്ടിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, wget അടിച്ചിട്ട് ഒരു ടെംപ്ലേറ്റ് കൊണ്ടുവന്ന് ഇടുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് ക്രിയേറ്റ് ലോഞ്ച് ടെംപ്ലേറ്റ് ഞാനിവിടെ കൊടുത്തു. ഓക്കെ, ലോഞ്ച് ടെംപ്ലേറ്റ് കൊടുത്തെന്ന് വിചാരിച്ച് ഇൻസ്റ്റൻസ് ഒന്നും അപ്പായി വരാൻ പോകുന്നില്ല. ഓക്കെ, നമ്മളിപ്പോൾ എന്ത് മാത്രം ചെയ്തിട്ടുള്ളൂ, ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലോഞ്ച് ടെംപ്ലേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഞാൻ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പിൽ വരുന്നു, ക്രിയേറ്റ് ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് കൊടുത്ത് മൈ ഡെമോ ASD എന്ന് പറഞ്ഞാൽ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പിന് ഒരു ഷോർട്ട് കൊടുത്തതാണ്. ജസ്റ്റ് ഞാനൊരു പേര് കൊടുത്തു. നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യണം,
ലോഞ്ച് ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യണം. അതായത് നമ്മളുടെ മെഷീൻസിന് എന്ത് കോൺഫിഗറേഷനാണെന്ന് അതാണ് നമ്മൾ ആ ലോഞ്ച് ടെംപ്ലേറ്റിൽ പറഞ്ഞു കൊടുത്തത്. കണ്ടോ, ഇപ്പോൾ ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരുന്നുണ്ട് മൈ ഡെമോ LT. ഡെമോൻ്റെ ഓടെ വന്നിട്ടില്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, നമ്മുടെ ലോഞ്ച് ടെംപ്ലേറ്റ് ഇവിടെ ഉണ്ട്, ഞാൻ അത് സെലക്ട് ചെയ്തു. ഓക്കെ, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് അതിൻ്റെ വേർഷൻ കാണും. ഇപ്പോൾ കിടക്കുന്നത് ലേറ്റസ്റ്റ്, അതായത് നമ്മുടെ അടുത്ത് ആകെ എന്തുള്ളൂ, ഒരു ലോഞ്ച് ടെംപ്ലേറ്റ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഇപ്പോൾ നോക്കണ്ട, ഡിഫോൾട്ട് തന്നെ കിടന്നോട്ടെ. ലേറ്റസ്റ്റ് കിടന്നാലും കുഴപ്പമില്ല, ലേറ്റസ്റ്റ് ആയതും ഡിഫോൾട്ട് രണ്ടും സെയിം തന്നെയാണ്. ആകെ നമ്മുടെ അടുത്ത് ഒരെണ്ണം തന്നെ ഉള്ളൂ. ഇവിടെ ലോഞ്ച് ടെംപ്ലേറ്റ് നമ്മൾ പറഞ്ഞു കൊടുത്തു, അതിൻ്റെ വേർഷൻ കണ്ടോ, ഡിസ്ക്രിപ്ഷനിൽ കണ്ടോ വേർഷൻ 1. നമ്മൾ ലോഞ്ച് ടെംപ്ലേറ്റിന് കൊടുത്ത ഡിസ്ക്രിപ്ഷനാണ് വേർഷൻ 1 എന്നുള്ളത്. ഓക്കെ, ലോഞ്ച് ടെംപ്ലേറ്റിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻസ്റ്റൻസ് ടൈപ്പ് ഇവിടെ ഉണ്ട്. ഓക്കെ, അതിൻ്റെ AMI ID ഉണ്ട്, കീ പെയർ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ നെക്സ്റ്റ് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ഇൻസ്റ്റൻസ് ടൈപ്പ് റിക്വയർമെൻറ്റ്സ് ആണ് ലേറ്റസ്റ്റ് വേർഷൻ 1 T2 മൈക്രോ. അവിടെ മുന്നേ നമ്മൾ കണ്ട കാര്യങ്ങൾ തന്നെ. നെറ്റ്വർക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് പറഞ്ഞു കൊടുക്കാൻ കഴിയും, അതായത് ഏത് VPCയിലാണ് നമുക്ക് ഈ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് വേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, ആസ് ഓഫ് നോ എൻ്റെ അടുത്ത് ഡിഫോൾട്ട് VPC മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അത് സെലക്ട് ചെയ്തത്. നെക്സ്റ്റ് അവൈലബിലിറ്റി സോണ് ആൻഡ് സബ്നെറ്റ് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, 3 അവൈലബിലിറ്റി സോണാണുള്ളത്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കൊടുക്കാം, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 എണ്ണം കൊടുക്കാം, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 അവൈലബിലിറ്റി സോണും പറഞ്ഞു കൊടുക്കാം. നമ്മളുടെ ആപ്ലിക്കേഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവൈലബിലിറ്റി ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ അവൈലബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 3 സബ്നെറ്റും പറഞ്ഞു കൊടുക്കുന്നതാണ് ഒരു ബെസ്റ്റ് പ്രാക്ടീസ്. ഈ സബ്നെറ്റൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, പ്രൈവറ്റ് പബ്ലിക്കൊക്കെ ഉണ്ട്, അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കണം. പബ്ലിക് പറഞ്ഞു കൊടുത്താലേ ഒരു ആപ്ലിക്കേഷൻ പുറത്തു നിന്ന് ആക്സസിബിൾ ആവത്തുള്ളൂ. ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പൊക്കെ നമ്മൾക്ക് പ്രൈവറ്റിൽ ഇടേണ്ട യൂസ് കേസ് ഉണ്ട്, എന്താണ് വേണ്ടാത്ത യൂസ് കേസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ കസ്റ്റം VPC ആകുമ്പം മേ ബി അതിൽ പ്രൈവറ്റ് സബ്നെറ്റ് ഉണ്ടായിരിക്കും, പബ്ലിക് സബ്നെറ്റ് ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിൽ എല്ലാതും എന്താണ് പബ്ലിക് സബ്നെറ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ 3 സെലക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ടിനായിരിക്കും ഞാനിപ്പോൾ എന്തിനാണ് 3 സബ്നെറ്റും സെലക്ട് ചെയ്തതെന്ന്. അത് അവൈലബിലിറ്റി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്, അവൈലബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ VPCക്കകത്ത് ഇതൊരു സബ്നെറ്റാണെന്ന് വിചാരിക്ക്, ഇതെന്താണ് ഒരു സബ്നെറ്റ്, ഇതൊരു സബ്നെറ്റ്. അപ്പോൾ അവൈലബിലിറ്റി, അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. അതായത് നമ്മളിപ്പോൾ എക്സാമ്പിൾ ആമസോണോ ഫേസ്ബുക്കിലോ എങ്ങാനും കയറുമ്പോൾ ഏതെങ്കിലും ടൈമിൽ കാണിക്കാറുണ്ടോ ദിസ് ആപ്ലിക്കേഷൻ ഈസ് നോട്ട് അവൈലബിൾ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂ വരാറില്ല അല്ലേ. അപ്പോൾ എന്താണ്, അത്രയും അവൈലബിലിറ്റി അവിടെ അവർ ഉറപ്പ് വരുത്തുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഏത് സാഹചര്യത്തിലും നമ്മുടെ ആപ്ലിക്കേഷൻ അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ AWSൽ എന്ത് ചെയ്യണം, ഇതുപോലെ അവൈലബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് എല്ലാ സബ്നെറ്റും പറഞ്ഞു കൊടുക്കണം. 2 എണ്ണം നമ്മുടെ ഒരു റിക്വയർമെൻറ്റ് പോലെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 എണ്ണം പറഞ്ഞു കൊടുത്താൽ മതി, 2 എണ്ണം പറഞ്ഞു കൊടുത്താൽ മതി. 3 എണ്ണം കൊടുത്താൽ എന്താണ് അവൈലബിലിറ്റിക്ക് അവിടെ ചാൻസ് കൂടുകയാണ്. അതായത് ഇപ്പോൾ എന്താണ് ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പിൽ നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്ത്, ഇത് ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പാണ് ASG. ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പിൽ ഞാൻ എന്ത് പറഞ്ഞു കൊടുത്തു, 3 അവൈലബിലിറ്റി സോണും പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഞാൻ ഈ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു 3 EC2 മെഷീൻ ലോഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ AWS എന്ത് ചെയ്യും, ഒരു EC2 മെഷീൻ ഇവിടെ ലോഞ്ച് ചെയ്യും, 1 എണ്ണം ഇവിടെ ലോഞ്ച് ചെയ്യും, 1 എണ്ണം ഇവിടെ ലോഞ്ച് ചെയ്യും. ഓക്കെ, എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്ന് ഈ ഒരു അവൈലബിലിറ്റി സോണ് ക്രാഷ് ആയി പോയി കഴിഞ്ഞാലും നമ്മുടെ ആപ്ലിക്കേഷൻ അവിടെ അവൈലബിളാണ് അല്ലേ, വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. ഇതും ക്രാഷ് ആയി പോയാലും ഒരു അവൈലബിലിറ്റി സോൺ അവിടെ പ്രോപ്പറായിട്ട് ഫെയിൽ ഓവർ ഒന്നും ഇല്ലാതെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ അവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ 2 അവൈലബിലിറ്റി സോണൊന്നും ഇതേപോലെ ഫെയിൽ ഓവർ ഒന്നും സംഭവിക്കത്തില്ല, എന്നാലും എന്താ പറയുക ഒരു സിനാരിയോ പറയാണ്. ഓക്കെ, അതല്ല ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ, ഞാൻ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പിൽ ഞാൻ ഒരു സബ്നെറ്റ് മാത്രം പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇതിൻ്റെ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പാണ്. മുകളിൽ ഞാൻ എന്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, 3 സബ്നെറ്റും പറഞ്ഞു കൊടുത്തു. ഇവിടെ ഞാൻ ഒരു സബ്നെറ്റ് മാത്രം പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ഈ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം, 3 മെഷീൻ സ്പിന്നപ്പ് ചെയ്യണം, 3 EC2 മെഷീൻ വേണം. അപ്പോൾ എന്തായിരിക്കും, 3 EC2 മെഷീനും ഈ ഒരു സബ്നെറ്റിലായിരിക്കും ലോഞ്ച് ആവുന്നത്. കാരണം ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പിനോട് നമ്മൾ ഒരു
സബ്നെറ്റ് മാത്രം പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാ മെഷീനും സ്കെയിൽ ഔട്ട് ആവുന്നതും ഇന്നാവുന്നതും ഒക്കെ ഈ ഒരു സബ്നെറ്റിലാണ് പരിപാടികളൊക്കെ സംഭവിക്കുന്നത്. ബട്ട് എന്തെങ്കിലും എന്താണ് ഒരു റീസൺ കൊണ്ട് എന്തെങ്കിലും ഒരു ഫെയിൽ ഓവർ ഈ ഒരു അവൈലബിലിറ്റി സോണിന് അല്ലാണ്ട് ഒരു സബ്നെറ്റിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അപ്ലിക്കേഷനെ അത് എന്ത് ചെയ്യും, നല്ല രീതിയിൽ ബാധിക്കും അല്ലേ. മേ ബി നമ്മുടെ അപ്ലിക്കേഷൻ ആക്സസിബിൾ ആവാത്തൊരവസ്ഥ വരും. കണ്ടോ? അപ്പോൾ നമ്മൾക്ക് എന്താ പറയുക, അവൈലബിലിറ്റി കൂട്ടാൻ എന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആകെയുള്ളൊരു വഴി എന്താണ്, ഇതുപോലെ മൾട്ടിപ്പിൾ ആയിട്ട് സബ്നെറ്റുകൾ പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ടാണ് ഞാനിവിടെ 3 സബ്നെറ്റും പറഞ്ഞു കൊടുത്തത്. യുവർ റിക്വസ്റ്റ് ഇൻസ്റ്റൻസ് ടൈപ്പ് ഡേറ്റ് ഈസ് നോട്ട് അവൈലബിൾ ഇൻ വൺ അവൈലബിലിറ്റി സോൺ, യു മേ നീഡ് ടു ചേഞ്ച് ദ ഇൻസ്റ്റൻസ് ടൈപ്പ് ടു അവൈലബിലിറ്റി സോൺ. ഞാൻ അവിടെ നെക്സ്റ്റ് കൊടുത്തു. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം ലോഡ് ബാലൻസിങ്. അതായത് നമ്മൾ നമ്മളുടെ ഡയഗ്രത്തിലൊക്കെ പറഞ്ഞ പോലെ എന്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഈ കാണുന്ന ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പിന് ഒരു ലോഡ് ബാലൻസർ വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആസ് ഓഫ് നൗ ഞാൻ ലോഡ് ബാലൻസർ ഒന്നും കൊടുക്കുന്നില്ല, നോ ലോഡ് ബാലൻസർ ആണ്. ലോഡ് ബാലൻസറിലോട്ട് നമുക്ക് വരാം. ഓക്കെ, ഇവിടെ VPC ലേറ്റസ്റ്റ് ഇൻ്റഗ്രേഷൻ ഓപ്ഷൻ അതൊന്നും നമുക്കിപ്പോൾ വേണ്ട. EC2 ഹെൽത്ത് ചെക്ക് ഗ്രേസ് പീരീഡ് ഉണ്ട്. അഡീഷണൽ സെറ്റിംഗ്സ്, this time periods delays the first health check till your instance finish initialize is in prevent from. ഇതിലോട്ടൊക്കെ നമുക്ക് വരാം. ഓക്കെ, ഇനി ഇതിലൂടെ എന്ത് ചെയ്യാണ്ട് നമുക്ക് വീണ്ടും കറങ്ങി തിരിഞ്ഞ് വരാനുണ്ട്. ബട്ട് അതിൻ്റെ മുന്നേ ഈ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മോണിറ്ററിങ് കാര്യങ്ങളൊന്നും ഇപ്പോൾ എനേബിൾ ചെയ്യുന്നില്ല. ഡിസൈഡ് ഇവിടെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പിൻ്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി ഇവിടെയാണ്. ഡിസൈഡ്, മിനിമം, മാക്സിമം. ഈ 3 സംഭവങ്ങൾ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കണം. മിനിമം വാല്യൂ, മാക്സിമം വാല്യൂ, ഡിസൈഡ് വാല്യൂ. ഡിസൈഡ് വാല്യൂ തൽക്കാലം അവിടെ നിൽക്കട്ടെ. നിങ്ങൾ എന്ത് മനസ്സിലാക്കുക, മിനിമം, മാക്സിമം. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് ഉപയോഗിച്ചിട്ട് എനിക്ക് എത്ര മെഷീൻ വേണം, എനിക്കിപ്പോൾ വേണ്ടത് എന്താണ്, ഒരു മെഷീനാണ്. ഒറ്റ മെഷീൻ മതി ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പിൽ, കൂടുതലൊന്നും വേണ്ട. അപ്പോൾ ഞാൻ മിനിമത്തിൽ എന്ത് കൊടുക്കണം, മിനിമം എനിക്ക് എന്ത് വേണം, എൻ്റെ റിക്വയർമെൻറ്റ് എന്താണ്, ഒരെണ്ണാണ് അല്ലേ, 1. അപ്പോൾ ഞാൻ അത് കൊടുത്തു. ഇനി മാക്സിമം. മാക്സിമം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു, ഇപ്പം മിനിമത്തിൽ ഒരു മെഷീൻ ഉണ്ട് അല്ലേ. ബട്ട് റിക്വസ്റ്റിൻ്റെ അല്ലാതെ ട്രാഫിക് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മെഷീൻ്റെ എണ്ണം എന്താവും, കൂടും. 1 ഉള്ളത് 2 ആവും, 2 ഉള്ളത് 3 ആവും, 3 ഉള്ളത് 4 ആവും. അങ്ങനെ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അങ്ങനെ ഏത് വരെ ഇൻക്രീസ് ചെയ്യണമെന്നാണ് മാക്സിമത്തിൽ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ മാക്സിമത്തിൽ ഞാൻ എന്ത് കൊടുക്കുകയാണ്, ഞാൻ 5 കൊടുത്തെന്ന് വിചാരിക്കും. 5 കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ മിനിമം എത്രയാണ്, 1 ആണല്ലേ. അതായത് മിനിമം ഒരെണ്ണമാണ്. അപ്പോൾ മാക്സിമം 5 ആണ്. അപ്പോൾ ഒരു ടൈമിൽ എന്ത് ചെയ്യും, റിക്വസ്റ്റിൻ്റെ ഒക്കെ കൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മേ ബി സെർവർ സ്കെയിൽ ഔട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഒന്നുള്ളത് രണ്ടാമത്തേത് ലോഞ്ചാവും, മൂന്നാമത്തേത് ലോഞ്ചാവും, നാലാമത്തേത് ലോഞ്ചാവും, അഞ്ചാമത്തേത് ലോഞ്ചാവും. ഓക്കെ, ആറാമത്തേത് ലോഞ്ച് ആവത്തില്ല. കാരണം എന്താണ്, മാക്സിമം വാല്യൂ നമ്മൾ പറഞ്ഞു കൊടുത്തത് 5. അതായത് 5 മെഷീന് വരെ സ്കെയിൽ ഔട്ട് ചെയ്ത് പോയാൽ മതി എന്നാണ് നമ്മളവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, ഡിസൈഡ് വാല്യൂ എപ്പോഴും എന്തായിരിക്കും, നമ്മൾ നിൽക്കുന്ന ആ ഒരു ഇപ്പോൾ എത്ര മെഷീൻ ഉണ്ട്, 5 ആണല്ലേ, അതായിരിക്കും വരിക, ആ ഒരു കൗണ്ടായിരിക്കും വരിക. ഇനി നെക്സ്റ്റ് ഇതിൽ പറയാനുള്ളത്, എനിക്ക് എപ്പോഴും എന്ത് മതി, ഒരു മെഷീൻ മതി. അല്ലാണ്ട് എനിക്ക് എപ്പോഴും 2 മെഷീൻ വേണം. ഓക്കെ, എനിക്ക് സ്കെയിൽ ഔട്ടായിട്ടൊന്നും പോകണ്ട, ഒരുപാട് 3-4 മെഷീനൊന്നും വേണ്ട. എനിക്ക് എപ്പോഴും 2 മെഷീന് സ്റ്റേബിളായിട്ട് വേണം. അപ്പോൾ ഞാൻ എന്ത് കൊടുക്കണം, 2 മെഷീൻ സ്റ്റേബിളായി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മിനിമം, മാക്സിമം, ഡിസൈഡൊക്കെ എന്ത് കൊടുക്കണം, ഞാൻ മിനിമം 2 കൊടുക്കണം അല്ലേ. അതായത് മിനിമം എനിക്ക് എന്ത് വേണം, 2 മെഷീൻ വേണം. മാക്സിമത്തിൽ ഞാൻ എന്ത് കൊടുക്കണം, മാക്സിമം 2 കൊടുക്കുക. അതായത് മാക്സിമം ഏത്, 2 മെഷീന്. ഓക്കെ, ഡിസൈഡും എന്ത് 2 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും സ്റ്റേബിളായിട്ട് 2 മെഷീൻ അവിടെ ഉണ്ടായിരിക്കും. ഇനി ഇവിടുത്തെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഈ ഒരു മെഷീന് ഞാൻ എന്ത് ചെയ്തു,
പിടിച്ചങ്ങ് ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞാൽ ടെർമിനേറ്റ് ആയി പോവും. ബട്ട് ഓൺ ദ സ്പോട്ട് എന്ത് വരും? പുതിയ മെഷീൻ അവിടെ ഓട്ടോമാറ്റിക്കലി ലോഞ്ചായി വരും. ഓക്കെ, മനസ്സിലായോ? അത് ഞാൻ കാണിച്ചു തരാം. അതല്ല, എന്തെങ്കിലും ഒരു ഫെയിൽ ഓവർ സംഭവിച്ച് ഈ ഒരു EC2 മെഷീൻ എന്ത് ചെയ്തു? ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പിലാണെങ്കിൽ മാത്രം കേട്ടോ. ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പിലുള്ള ഏതെങ്കിലും ഒരു മെഷീന് ഫെയിൽ ഓവർ കാരണോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ അബദ്ധവശാൽ ഞാൻ എന്ത് ചെയ്തു? ടെർമിനേറ്റ് ചെയ്യുക എന്തെങ്കിലും ചെയ്ത് അത് റീച്ചബിൾ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പുതിയ മെഷീൻ അവിടെ ലോഞ്ചായി വരും. കാരണം എന്താ? ഇപ്പോൾ ഇവിടെ എന്താ ഉള്ളത്? എപ്പോഴും നമ്മുടെ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് എന്താ ചെക്ക് ചെയ്യുക? ഇവരെയാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 2 മെഷീൻ ഉണ്ട് അല്ലേ? അതായത് മിനിമം 2, മാക്സിമം 2, ഡിസൈഡ് ഒക്കെ 2 കൊടുത്താൽ എപ്പോഴും 2 മെഷീൻ ഉണ്ടാവുള്ളൂ. ഞാൻ എന്ത് ചെയ്തു? വന്നുകൊണ്ട് ഇതങ്ങോട്ട് ഞാൻ ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് ഓൺ ദ സ്പോട്ട് എന്ത് ചെക്ക് ചെയ്യും? മിനിമം, മാക്സിമം, ഡിസൈഡും ചെക്ക് ചെയ്യും. അപ്പോൾ അവർക്ക് എന്ത് മനസ്സിലാവും? മിനിമം 2 മെഷീൻ അവിടെ വേണം. ബട്ട് 2 മെഷീൻ ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ ഒരു കൗണ്ടിനനുസരിച്ച് പുതിയൊരു മെഷീന് ഓട്ടോമാറ്റിക്കായിട്ട് ലോഞ്ചായി വരും. മനസ്സിലായോ? ഓട്ടോമാറ്റിക്കായിട്ട് ലോഞ്ചായിട്ട് വരും. ലോഞ്ചായി വരുന്ന മെഷീന് ഏത് കോൺഫിഗറേഷൻ ആയിരിക്കും? ഏത് മെഷീന് ലോഞ്ച് ആകുമ്പോഴും അത് നമ്മുടെ ലോഞ്ച് ടെംപ്ലേറ്റിൽ നമ്മൾ എന്താണോ പറഞ്ഞു കൊടുത്തത് അതിനനുസരിച്ചാണ് ലോഞ്ചായി വരുന്നത്. ഓക്കെ, അതായത് T2 മൈക്രോ ആയിരിക്കും. ഇതിൽ എന്തുണ്ടായിരിക്കും? ഉബുണ്ടു OS ആയിരിക്കും. യൂസർ ഡാറ്റയിൽ നമ്മൾ എന്താ പറഞ്ഞു കൊടുത്തത്? ഒരു വെബ് ആപ്ലിക്കേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? ആ വെബ് ആപ്ലിക്കേഷനും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ മിനിമം, മാക്സിമം, ഡിസൈഡ് ഇതിലാണ് എന്ത് മെയിനായിട്ടുള്ള ഒരു കളി വരുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്കിത് ചെയ്തുകൊണ്ട് നോക്കാം. അപ്പോൾ ഞാൻ എന്ത് കൊടുത്തു? ഡിസൈഡ് കപ്പാസിറ്റി 1 കൊടുത്തു. മിനിമം എന്ത് കൊടുത്ത്? 1 കൊടുത്ത്. മാക്സിമം 1 കൊടുത്തു. അതായത് ഇതിൻ്റെ ഒരു മീനിങ് എന്താ? ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസൈഡ് 2 കൊടുത്ത് 2 കൊടുക്കണില്ല, തൽക്കാലം ഞാൻ 1 തന്നെ കൊടുക്കുള്ളൂ. ചുമ്മാ ഞാൻ 2 മെഷീന് സ്പിന്നപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? കോൺസ്റ്റൻ്റ് ആയിട്ട് മാക്സിമം 2 വേണ്ട, ഒരെണ്ണം മതി. ഇതിൻ്റെ മീനിങ് എന്താണ്? കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു മെഷീൻ എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിരിക്കും. റൈറ്റ്, അതാണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സ്കെയിലിംഗ് ഓപ്ഷണലാണ്. ഇവിടെ അതൊന്നും ഞാൻ കൊടുക്കുന്നില്ല. പോളിസി കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. എനേബിൾ ഇൻസ്റ്റന്റ് സ്കെയിലിംഗ് പ്രൊട്ടക്ഷൻ അതൊന്നും ഞാൻ കൊടുക്കുന്നില്ല. ജസ്റ്റ് ഞാൻ നെക്സ്റ്റ് കൊടുത്തു. ഓക്കെ, നോട്ടിഫിക്കേഷൻ ഒന്നും തൽക്കാലം വേണ്ട. നെക്സ്റ്റ് കൊടുത്തു. ഇവിടെ ഒരു ടാഗ് നെയിം വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, ഓപ്ഷണലാണ്. നെക്സ്റ്റ് കൊടുത്തു. ഇതിൻ്റെ നമ്മളിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തത് അതിൻ്റെ ഒരു ഓവറോൾ ഒരു പ്രിവ്യൂ ആണ്. എന്തെങ്കിലും എഡിറ്റ് വരുത്തണമെങ്കിൽ എഡിറ്റ് വരുത്താം. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് എഡിറ്റൊക്കെ വരുത്താം. നോ ഇഷ്യൂ. ഞാൻ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് കൊടുത്തു. ക്രിയേറ്റ് ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ്. ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ക്രിയേറ്റ് ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് കൊടുത്തു. ഓക്കെ, ഇതാണ് മൈ ഡെമോ AST. ഇതാണ് നമ്മളുടെ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ്. ഈ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പിൽ നമ്മൾ എന്താ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്? നമ്മൾക്ക് ഒരു മെഷീന് വേണമെന്നാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ആ മെഷീൻ ഇവിടെ അപ്പായി വരുമോ ഇല്ല എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, റണ്ണിങ് ആണ്. കണ്ടോ? ഇനീഷ്യലൈസിങ് സ്റ്റേറ്റിലാണ്, റണ്ണിങ് ആണ്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഇപ്പം ഇവിടെ റണ്ണിങ് സ്റ്റേറ്റിലുള്ള ഈ ഒരു EC2 മെഷീന് നമ്മളിവിടെ ലോഞ്ച് ഇൻസ്റ്റൻസിൽ പോയിട്ടല്ല നമ്മൾ എന്ത് ചെയ്തത്? പിന്നപ്പ് ചെയ്തത് അല്ലേ? നമ്മൾ എന്ത് ചെയ്തു? പകരം ഒരു ലോഞ്ച് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തു. അതായത് ജസ്റ്റ് ഒരു ടെംപ്ലേറ്റ്. ഇവിടെ നമ്മൾ എന്തൊക്കെയാണോ കൊടുക്കാറ് അങ്ങനത്തെ ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പിൽ മിനിമം, മാക്സിമം ഒക്കെ 1 കൊടുത്തതുകൊണ്ട് ഒരു മെഷീനെ ഇവിടെ ലോഞ്ച് ആയിട്ടുള്ളൂ, പേരില്ല എന്നുള്ളൂ. ചുമ്മാ ഒരു ASD എന്ന് കൊടുത്തു. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ASD എന്ന് കൊടുത്തു. ഒരു മെഷീനെ ഉണ്ട് ലോഞ്ച് ആയി വന്നത്. റൈറ്റ്, അവിടെ നമ്മൾ 2 കൊടുത്താൽ 3 കൊടുത്തിട്ടുണ്ടെങ്കിലോ മിനിമം നമുക്ക് 3 വേണം. കൊടുത്തു കഴിഞ്ഞു. ഡിസൈഡ് 3 കൊടുത്ത്. ഡിസൈഡ് മിനിമം 3 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 3 മെഷീന് അറ്റ് എ ടൈം ഇവിടെ റണ്ണിങ് സ്റ്റേറ്റിൽ നമുക്ക് കാണാം. ആ 3 മെഷീനും എവിടെ ആയിരിക്കും ലോഞ്ച് ആയിട്ടുള്ളത്? ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു മെഷീന് 1A എന്ന് പറയുന്ന അവൈലബിലിറ്റി സോണിലാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ IP അഡ്രസ്സ്. പിന്നെ അതിൻ്റെ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ പ്രോട്ടോക്കോൾ
ഓൾ ട്രാഫിക് എനേബിൾഡ് ആണെന്ന് തോന്നുന്നു. ഒന്ന് ചെക്ക്. മേ ബി ഇതിൻ്റെ അകത്തുള്ള യൂസർ ഡാറ്റ ഒക്കെ എക്സിക്യൂഷൻ നടക്കുന്നത് ഉണ്ടായിരിക്കത്തുള്ളൂ. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അതായത് ഇനീഷ്യലൈസിങ് ഒന്നും ആയിട്ടില്ല. ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ ചുമ്മാ ഒരു HTTP ഇവിടെ എനേബിൾഡ് ചെയ്യുന്നുണ്ട്. കണ്ടോ, നമ്മൾ യൂസർ ഡാറ്റ, അതായത് ഇപ്പോൾ എങ്ങനെ നിങ്ങൾ ഡൗട്ട് വന്നോ ഈ ഒരു വെബ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്മുടെ സെർവറിൽ? ഇത് ലോഞ്ച് ടെംപ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലോഞ്ച് ടെംപ്ലേറ്റ് കാണാം. ലോഞ്ച് ടെംപ്ലേറ്റിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ എന്ത് കാണാം? നമ്മൾ യൂസർ ഡാറ്റ ഒക്കെ കൊടുത്തായിരുന്നു. ലോഞ്ച് ടെംപ്ലേറ്റ് ജസ്റ്റ് ഒന്ന് എഡിറ്റ് കൊടുത്താൽ മതി. മോഡിഫൈ ടെംപ്ലേറ്റ് വീണ്ടും നമുക്ക് മോഡിഫൈ ചെയ്യാനൊക്കെ അവൈലബിളാണ്. ഓക്കെ, ഇവിടെ താഴെ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു യൂസർ ഡാറ്റ കൊടുത്തിട്ടുണ്ട്. ഈ യൂസർ ഡാറ്റയിൽ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചിട്ട് ഞാൻ എന്ത് കൊണ്ടുവരുന്നുണ്ട്? ഒരു ടെംപ്ലേറ്റ് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ച് ഡൗൺലോഡ് ചെയ്ത് അത് അൺസിപ്പ് ചെയ്ത് അത് ഞാൻ എൻജിനിക്സിൻ്റെ ഡോക്യുമെൻറ്റ് റൂട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കിട്ടിയത്. ഇനി ഈ ലോഞ്ച് ടെംപ്ലേറ്റ് ഉപയോഗിച്ച് ഞാൻ എത്ര സ്പിന്നപ്പ് ചെയ്താലും അതിൻ്റെ അകത്തൊക്കെ എന്തുണ്ടായിരിക്കും? ഈ മെഷീൻ ഉണ്ടായിരിക്കും. അതിൻ്റെ അകത്തൊക്കെ ഈ ഒരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇൻസ്റ്റൻസിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു മെഷീന് സ്റ്റിൽ അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. അവൈലബിലിറ്റി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതായത് ഈ മെഷീന് ഞാൻ ജസ്റ്റ് പിടിച്ച് എന്ത് ചെയ്യാണ്? ടെർമിനേറ്റ് ചെയ്താൽ നമ്മളുടെ മെഷീൻ പോകുമല്ലോ അല്ലേ? ജസ്റ്റ് ടെർമിനേറ്റ് ചെയ്തു. കണ്ടോ, അത് ഷട്ടിങ് മോഡിലോട്ട് പോകുന്നുണ്ട്. അതിപ്പോൾ ഷട്ട് ഡൗൺ ആവും. ഇപ്പോൾ ഇവിടെ എന്ത് പൊട്ടും? ഇതിൻ്റെ ഹെൽത്ത് ചെക്ക് പൊട്ടും. അതായത് ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പിന് എന്ത് മനസ്സിലാവും? ഉണ്ടായിരുന്ന ഒരു മെഷീന് റീച്ചബിൾ അല്ല അല്ലേ? അതായത് മെഷീൻ എന്തായി? അതിലോട്ട് റിക്വസ്റ്റ് ഒന്നും ഇനി വരത്തില്ല, അത് ടെർമിനേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൺ ദ സ്പോട്ട് നെക്സ്റ്റ് എന്ത് പരിപാടി തുടങ്ങും? നമ്മുടെ മിനിമം മാക്സിമം ഡിസൈഡ് ഒക്കെ 1 ആണ്. ആ ഒരു മെഷീൻ അവിടെ എന്ത് വരുത്തണം? അവൈലബിലിറ്റി ഉറപ്പ് വരുത്തണം അല്ലേ? ജസ്റ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ഗ്രേസ് പീരീഡൊക്കെ ഒന്ന് കുറച്ച് കൊടുത്താൽ ഒന്നും കൂടി സ്പീഡായിട്ട് അപ്പാവും. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഗ്രേസ് പീരീഡൊക്കെ 300 എങ്ങാണ്ടാണ്. അതൊക്കെ നെക്സ്റ്റ് ഇതിൽ ഞാൻ കാണിച്ചു തരാം. 300 സെക്കൻഡാണ്. അതുകൊണ്ട് കുറച്ചൊരു ടൈം ഉണ്ടായിരിക്കും. ബട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊന്നും ചെയ്യണ്ട. ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് ഈ ഒരു സംഭവം ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യും. അത് ഈ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പിൽ അതിൻ്റെ ഗ്രേസ് പീരീഡ് ഉണ്ടായിരിക്കും. പ്ലേസ്മെൻറ്റ്, ഇൻസ്റ്റൻസ് മെയിൻ്റനൻസ്, ഹെൽത്ത് ചെക്ക്. കേട്ടോ, ഹെൽത്ത് ചെക്ക് ഗ്രേസ് പീരീഡ് 150 സെക്കൻഡൊക്കെ ജസ്റ്റ് കൊടുത്താൽ മതി. അതായത് ഒരു മെഷീന് പോയിട്ട് അടുത്ത മെഷീന് അപ്പായി വരുന്ന അതിൻ്റെ ചെക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ഉള്ളൊരു ടൈമാണ്. അപ്പോൾ അത് 300 സെക്കൻഡാണ് ഇതുവരെ കണ്ടോ? പുതിയ മെഷീൻ അവിടെ റണ്ണിങ് ആയി. അത് ഇനീഷ്യലൈസിങ് സ്റ്റേജിലാണ് T2 മൈക്രോ. അത് അപ്പായി വരട്ടെ. കാരണം ഇവിടെ ഒരുത്തൻ ഡൗൺ ആയി, പുതിയ ഒരുത്തൻ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പായി. ഇത് സ്കെയിൽ ഇന്നോ സ്കെയിൽ ഔട്ടോ അല്ല കേട്ടോ, ഇത് അവൈലബിലിറ്റിയാണ്. കണ്ടോ, ഇവിടെ ഒരിക്കലും ഒരു മെഷീന് 2 എണ്ണം 3 എണ്ണം ആയിട്ട് സ്കെയിൽ ഔട്ട് ആവുന്നില്ല. അതൊക്കെ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് കാണിച്ചിരുന്നതാണ് അവൈലബിലിറ്റി. അതായത് 2 മെഷീൻ ഉണ്ടെങ്കിൽ ആ 2 മെഷീന് എപ്പോഴും അവിടെ നിർത്തും. മനസ്സിലായോ? സ്റ്റേബിൾ ആയിരിക്കും. ആ 2 മെഷീനിൽ ഏതെങ്കിലും ഒരെണ്ണം ഞാൻ പിടിച്ച് ടെർമിനേറ്റ് ചെയ്യുകയോ അത് ഡൗൺ ആയി പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് പുതിയ ഒരെണ്ണം വരും. നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാതും നമ്മുടെ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്തോളും. ഇതിന് എന്തുണ്ടായിരിക്കും? IP ഉണ്ടായിരിക്കും.
ഇതിൻ്റെ IP ഈ IP-ൽ ഇനി കിട്ടത്തില്ല. അതവിടെ ഇൻഫിനിറ്റി ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഈ IP ചെക്ക് ചെയ്യാം. അതവിടെ കണ്ടോ, നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ പുതിയ വന്ന മെഷീനിലും അവൈലബിൾ ആണ്. മനസ്സിലായി? ഇനി ഞാൻ ഇത് പിടിച്ച് ഡിലീറ്റ് ചെയ്താലോ? ഇത് പിടിച്ച് ഞാൻ ടെർമിനേറ്റ് ചെയ്താൽ വീണ്ടും പുതിയത് വരും. ഓക്കെ, അപ്പോൾ ഇനി ഇത് എങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും? ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പിൽ മിനിമം ഡിസൈഡ് ഇവിടെ വന്നിട്ട് ജസ്റ്റ് എഡിറ്റ് കൊടുക്കുക. ഡിസൈഡ് 0 ആക്കുക, മിനിമം 0 ആക്കുക, മാക്സിമം 0 ആക്കുക. ജസ്റ്റ് അപ്ഡേറ്റ് കൊടുക്കുക. ഇനി ഇൻസ്റ്റൻസസിൽ വന്നു കഴിഞ്ഞ് ഈ ഉള്ള മെഷീനെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ടെർമിനേറ്റ് ചെയ്താൽ മതി. ഇനി പുതിയ മെഷീൻ എന്താവത്തില്ല, അപ്പായി വരത്തില്ല. കാരണം എന്താ, ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പിന് നമ്മൾ കൊടുത്ത ഒരു ഇൻപുട്ട് എന്താണ്, മിനിമം 0, അതായത് മിനിമം മാക്സിമം എല്ലാതും 0. നമ്മൾക്ക് ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് ഉപയോഗിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മെഷീനൊന്നും വേണ്ട എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം പുതിയ മെഷീനൊന്നും അപ്പായി വരത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നോക്കുക. ഇതിൽ വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ലോഡ് ബാലൻസർ വരുന്ന സംഭവങ്ങളുണ്ട്, ലോഞ്ച് ടെംപ്ലേറ്റ് മോഡിഫൈ ചെയ്യുന്ന കാര്യങ്ങളും, ലോഞ്ച് ടെംപ്ലേറ്റിൻ്റെ പുതിയ പുതിയ വേർഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ടെസ്റ്റ് അടിച്ച് നോക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നെന്ത് ചെയ്യുക, ജസ്റ്റ് ഇത്രയും ഒന്ന് നോക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ പല രീതിയിലും R&D കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക.